കളിയിഞ്ഞാലാണ് ഞാൻ ആദ്യമായിട്ട് കോക്കസിൻ്റെ സിനിമ വർക്ക് ചെയ്യുന്നത്. ഈ സിനിമ നമുക്ക് ഒരൊറ്റ കാര്യമുണ്ട്, ഇത് ഓണത്തിന് കൊണ്ടുവരണം. അപ്പോൾ ഓണം എന്ന് പറയാൻ ആകെ ഞങ്ങളുടെ മുമ്പിൽ ആകെ 50 ദിവസമേ ഉള്ളൂ. ഒരു വലിയ ഒരു വിജയത്തിന് എത്തിക്കാൻ വേണ്ടി, ആ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലൂടെയാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം. ഡിജിറ്റലായതുകൊണ്ട് ഇതിന് എത്ര കോപ്പി വേണമെങ്കിലും ഉണ്ടാവും. ഇതങ്ങനെയില്ല, ഒരൊറ്റ റീലാണുള്ളത്. ആ ഒരു റീല് റെക്കോർഡ് ചെയ്യുന്നിടത്തുണ്ടാവണം, മിക്സ് ചെയ്യുന്നിടത്തുണ്ടാവണം, എഫക്ട്സ് എടുക്കുന്നിടത്തുണ്ടാവണം, അങ്ങനെ ഡബ്ബിങ് കറക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ ഒരു വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഓരോ റീലുകളായിട്ട്. അന്നൊക്കെ നടക്കുമായിരുന്നു. ഫ്ലൈറ്റൊക്കെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ഡിലേ ചെയ്യിച്ചിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിക്ക് ഒടുവിലുണ്ണിയേട്ടനെ പറത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ രാത്രി ഒരു ദിവസം വിളിച്ചുകൊണ്ട് എൻ്റെ വെബ്സൈറ്റ് കാണണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെബ്സൈറ്റ്. എൻ്റെ ലൈഫിൽ അങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. ആ സമയത്ത് ഭയങ്കര വ്യത്യാസം, മലയാളത്തിൽ സിനിമകൾക്ക് വ്യത്യാസം സംഭവിച്ചൊരു കാലഘട്ടമുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും എത്രയോ ആളുകളുടെ പ്രയാസത്തിലൂടെ വന്നതാണ്. നമസ്കാരം, കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് മനോഹരമായ ഒരു കഥാതത്വം, ഒരു സിനിമ സമ്മാനിച്ചതാണ് കളിയൂഞ്ഞാൽ എന്ന സിനിമ. സ്വന്തം മമ്മൂക്കയുടെ സിനിമയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളുമായി എം രജിത് സാർ നമ്മുടെ കൂടെയുണ്ട്. കോക്കസിന്റെ കൂടെയുള്ള ആദ്യ മൂവി കളിയൂഞ്ഞാലായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മൂവിയിലേക്കുള്ള ഒരു എൻട്രി? അതിനു മുമ്പ് തന്നെ ഞാൻ നിർമ്മാതാവായിരിക്കുന്ന സമയത്ത് ഈ കോക്കേഴ്സിൻ്റെ തിയേറ്ററുകളാണ് നമ്മുടെ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ ആദ്യത്തെ സിനിമ മുഖചിത്രമായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് മൈമൂണിൽ ലുലുവായിട്ടാണ് 50 ദിവസം ഓടിയ സിനിമയാണ്. അതിനുശേഷം അടുത്ത മുഖമുദ്ര വന്നപ്പോഴും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം അടുത്ത നെക്സ്റ്റ് ഫിലിം വന്നപ്പോഴും അത് പരാജയപ്പെട്ടപ്പോഴും ഞാൻ സിയാദൊക്കെ പോയി കാണുകയും അത് എനിക്ക് അന്ന് കൂടുതൽ ദിവസം ഓടിച്ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിയാദക്കും നമ്മൾ തമ്മിലുള്ള ഒരു അടുപ്പത്തിനൊന്നും ഒരു കുറവുണ്ടായില്ല. പിന്നീട് നമ്മളെ സിനിമ ഒരു ആ കാലഘട്ടത്തിൽ പരാജയപ്പെടുകയും പിന്നെ കുറച്ചു കാലം ഞാനങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉണ്ടായ സമയത്ത് അന്നാണ് ഈ നമ്മൾ സിനിമകൾ പുറത്ത് സിനിമ വർക്ക് ചെയ്യുന്ന കാര്യം തുടങ്ങുമ്പോൾ എനിക്കൊന്ന് വളരെ കുറച്ച് സിനിമകൾക്ക് ശേഷം പെട്ടെന്ന് വന്ന് കളിയൂഞ്ഞാൽ സിയാദൊക്കെ വിളിക്കുകയും അങ്ങനെ കളിയൂഞ്ഞാലിലാണ് ഞാൻ ആദ്യമായിട്ട് കോക്കസിൻ്റെ സിനിമ വർക്ക് ചെയ്യുന്നത്. അതും ഒരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. കാരണം വെച്ചാൽ ആ സിനിമ തുടങ്ങി അതൊരു ഓണം റിലീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മമ്മൂക്കയുണ്ട്, ശോഭനയുണ്ട്, നമ്മുടെ ദിലീപുണ്ട്, ശാലിനിയുണ്ട്. അപ്പോൾ അതിലാണ് അന്ന് പ്രവീണ എന്ന് പറഞ്ഞ നടി ആദ്യമായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ആ സിനിമ തുടങ്ങുമ്പോൾ സിയാദൊക്കെ ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ ഈ സിനിമ നമുക്ക് ഒരൊറ്റ കാര്യമുണ്ട്, ഇത് ഓണത്തിന് കൊണ്ടുവരണം. അപ്പോൾ ഓണം എന്ന് പറയാൻ ആകെ ഞങ്ങളുടെ മുമ്പിൽ ആകെ 50 ദിവസമേ ഉള്ളൂ. ഷൂട്ടിംഗ് തുടങ്ങി 50-ാം ദിവസം റിലീസ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം വെച്ചാൽ അന്നത്തെ സമയത്ത് ഇതേപോലെ അല്ല, ഈ പറയുന്ന ഓൺലൈൻ എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് ഈ ഫിലിം അന്നന്ന് മദ്രാസിലേക്ക് പോകണം, ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ NG അന്നൊക്കെ ടെക്നിക്കൽ ആൾക്കാരാണ്, NG ഷോട്ട് ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്ത് ഇത് ഡബ്ബിങ് ഒരു ഇതിലേക്ക് എത്തിക്കണമെങ്കിൽ പാരലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ ഡബ്ബിങ് തുടങ്ങിയാലേ ഇത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇത് നമ്മൾ വിചാരിച്ച പോലെ ഈ സിനിമ അന്ന് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും. അത് ഭയങ്കര ഹിറ്റുമായി. പക്ഷെ ആ സമയത്ത് ഇതിൻ്റെ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ ഇളയരാജയാണ് ഇതിൻ്റെ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ സമയം എല്ലാം കറക്റ്റ് ചെയ്ത ആ സിനിമ കൃത്യമായി നമ്മൾ ഈ തിയേറ്ററിലെത്തിക്കുകയും അത് അന്നത്തെ ഒരു വലിയ വിജയമാകുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നോടൊപ്പം അതുപോലെ തന്നെ നിന്നൊരാൾ സിയാദൊക്കെയാണ്. കാരണം വെച്ചാൽ ശരിക്കും ഞങ്ങൾ തമ്മിലൊരു നിർമ്മാതാവ് അങ്ങനത്തെ ഒരു ബന്ധമല്ല ഉള്ളത്. കാരണം അതുകൊണ്ട് എന്നെ അങ്ങ് പൂർണ്ണമായും വിശ്വസിച്ച് ഈ കാര്യങ്ങൾ താനങ്ങ് പോയാൽ മതി എല്ലാം എന്നറിഞ്ഞിട്ട് അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു വലിയ ഒരു വിജയത്തിന് എത്തിക്കാൻ വേണ്ടി, ആ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലൂടെയാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം. ഈ 50 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ടെൻഷനാവും. 50 ദിവസത്തിനുള്ളിൽ എങ്ങനെ മീൻസ് ഇപ്പൊ എല്ലാ സാങ്കേതിക വിദ്യയുള്ള ഈ സമയത്ത് വരെ സിനിമ അത്രയും ഡിലേ ആയിട്ട് ഇറങ്ങുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമില് അതെന്താ അറിയാം, അന്ന് മമ്മൂക്ക ഡബ് ചെയ്യണം.
എന്നുവെച്ചാൽ ഇതൊക്കെ എല്ലാം അന്ന് മദ്രാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറ്റുള്ളൂ. ശരിക്കും മദ്രാസ് എന്ന് പറയുന്ന ഒരു അന്നത്തെ സമയത്ത് മദ്രാസിലെ വർക്കുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ എളുപ്പമല്ല. കാരണം വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഡിജിറ്റലായതുകൊണ്ട് ഇതിൻ്റെ എത്ര കോപ്പി വേണമെങ്കിലും ഉണ്ടാവും. ഇതങ്ങനെയില്ല, ഒരൊറ്റ റീലാണുള്ളത്. ആ ഒരു റീല് റെക്കോർഡ് ചെയ്യുന്നിടത്തുണ്ടാവണം, മിക്സ് ചെയ്യുന്നിടത്തുണ്ടാവണം, എഫക്ട്സ് എടുക്കുന്നിടത്തുണ്ടാവണം, അങ്ങനെ ഡബ്ബിങ് കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഓരോ റീലുകളായിട്ട്. അങ്ങനെ പോയി ഒരിടത്ത് റീറെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീറെക്കോർഡ് കഴിഞ്ഞാൽ അപ്പം തന്നെ റീൽ പോയി മിക്സ് ചെയ്യുന്നു. അങ്ങനെ എന്തെല്ലാം ചെയ്താലാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് പക്ഷേ അന്ന് അങ്ങനെ ഒരു ശീലം നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതിൻ്റെ സംവിധായകരോട് വിചാരിച്ചാലേ നടക്കുള്ളൂ. പക്ഷെ അവരൊക്കെ അതിനകത്ത് കൂടെ നിന്ന് എഡിറ്ററും സംവിധായകരും ഒക്കെ ആ സമയത്ത് അതുപോലെ നിൽക്കണം. പക്ഷെ അത് എന്തായാലും അത് വലിയൊരു നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അത് ഏറ്റെടുക്കുകയും ചെയ്തു, ചെയ്യുകയും ചെയ്തു. അതില് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നടക്കണം. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളും എല്ലാം ഉള്ള സമയത്ത് അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ നിരവധി സിനിമകളിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോൾ ബാക്കി ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? ശരിക്കും അത് ഹിൽ പാലസിലാണ് മെയിൻ വീട് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ അവിടെ തന്നെ അതിൻ്റെ വേറൊരു സ്ഥലമുണ്ട്. അവിടെയാണ് വേറെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടാണ് വേറൊരു വീട് മറ്റേ നമ്മുടെ കരമന ചേട്ടൻ്റെ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഷൂട്ട് ചെയ്തു. എക്സ്റ്റീരിയറൊക്കെ പല സ്ഥലത്തും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ഇതിൻ്റെ ഇടയിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നടത്തി ഈ സിനിമ കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ വലിയൊരു അത്ഭുതമായിരുന്നു. സത്യം, ഒരു വലിയ വിജയം തന്നെ. അത് വെച്ചല്ലേ നമ്മൾ എപ്പോഴും എന്ത് പറഞ്ഞാലും കാശുമായ ഒരു നിർമ്മാതാവ് വേണം. അതില്ലെങ്കിൽ പല ഡിലേയും വരാം. അങ്ങനെ ഒരു ഡിലേ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ആ കാര്യങ്ങളോട് അതിനെ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, മമ്മൂക്കി ഉണ്ടായിരുന്നു, ശോഭന മാം ഉണ്ടായിരുന്നു, ദിലീപ് ഏട്ടൻ, ശാലിനി ചേച്ചി, അവരൊക്കെ ഉണ്ടായിരുന്ന ലൈക്ക് ഒരു താരനിബിഡമായ ഒരു സിനിമ തന്നെയായിരുന്നു. വലിയ സിനിമയാണ്. ഈ ഒരു 50 ദിവസം എന്നുള്ളത് നേരത്തെ തന്ന് ആ ഒരു ഡേറ്റ്, ആ ഒരു ടൈം ഡ്യൂറേഷനും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരുടെ എല്ലാവരുടെയും ഡേറ്റ് ഒരുമിച്ച് കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഏറ്റവും ബിസി ആയിട്ടുള്ളത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയുള്ള മാളയരവിന്ദേട്ടൻ, ലളിത, ഇങ്ങനെയുള്ള ഇവരൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ പല പല പടങ്ങളുണ്ടാവും. അത് ആ ഒരു കോമ്പിനേഷൻ ഇപ്പം നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിലീപിന് വേറെ സിനിമയുണ്ട്. അന്ന് മായപ്പന്മാർ എന്ന് പറഞ്ഞ സിനിമ ദിലീപിൻ്റെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഉണ്ണിയേട്ടൻ ആ സിനിമയിലുണ്ട്. ശരിക്കും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ അന്നൊക്കെ നടക്കുമായിരുന്നു. ഫ്ലൈറ്റൊക്കെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ഡിലേ ചെയ്യിച്ചിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിക്ക് ഒടുവിൽ ഉണ്ണിയേട്ടനെ പറത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. അത് കാറിൽ വരാനുള്ള സമയമില്ല. അപ്പോൾ അതൊരു 3 മണിക്കൂർ എടുക്കൂലേ. അത് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി അവിടെ നിന്ന് രാവിലത്തെ ഒരു ചെറിയ സീക്വൻസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഷൂട്ട് ഇവിടെ കൊണ്ട് ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഉദ്ദേശം അത്രേ ഉള്ളൂ, സിനിമ ഇത് കൊണ്ടുവരണം. അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. ഇന്നത് ആലോചിക്കാൻ പോലും ആരും ചെയ്യാത്ത കാര്യമില്ല. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 91-ലായിരുന്നു സാറിന്റെ ആദ്യ ഫിലിം മുഖചിത്രം. അതിനുശേഷമാണ് ആക്ച്വലി പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഈ ഒരു കളികുഞ്ഞാലിലേക്ക് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയൊരു ചേഞ്ച് ഉള്ളത് പ്രൊഡ്യൂസറായി അതിനുശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ള ആ ഒരു ചേഞ്ച് അതെങ്ങനെയായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആരും തീരുമാനം സാധാരണ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഞാനത് ഇങ്ങനെ ഇയേഴ്സ് നോക്കി അപ്പോൾ എനിക്കൊരു കൺഫ്യൂസ്ഡ് ആയി, സംഭവിക്കുന്നതാണോ? കാരണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 91 to 94 ആയപ്പോഴത്തേക്ക് പൊളിഞ്ഞു. പക്ഷെ 3 സിനിമകളാണ് അന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും മുഖചിത്രം, മുഖമുദ്ര 2 ഹിറ്റായിരുന്നു. അതിനുശേഷം പൊന്നാരം തൊട്ടത് രാജാവ് എന്ന് പറഞ്ഞ സിനിമ അത് പരാജയപ്പെട്ടു. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ നാരായണൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. പിന്നെ പല പല ചെറിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് അന്ന് സിനിമയൊക്കെ നല്ലതായിരുന്നു രാജാക്ക്. പക്ഷേ അന്ന് വളരെ സീരിയസ് സിനിമകൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റാത്തൊരാളാണ്. പിന്നെ നമുക്കന്ന് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്താണോ, അത് ഒരുപാട് പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും അന്നത് പിക്കപ്പ് ആകുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇതൊക്കെ പരാജയമായി കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സമയം ഉണ്ടാകും. അങ്ങനെയാണ് 95-ൽ എൻ്റെ ഒരു സുഹൃത്ത് TS സജി എന്ന് പറഞ്ഞ സുഹൃത്താണ്, പുള്ളി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ തങ്കച്ചനാണ്. രണ്ടുപേരും കൂടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ലൈനിൽ ഇതിൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ ആകർഷിച്ച്. എന്നുവെച്ചാൽ അവരുടെ ഉദ്ദേശം എന്നെ കൊണ്ടുപോയി പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ജോലി ചെയ്യിക്കുന്ന തന്നെയാണ്. പക്ഷേ എങ്കിലും അവരങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ എനിക്കറിയാം എന്നെ കൊണ്ടല്ലാതെ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിൽ നിന്ന് എങ്ങനെ സിനിമയിൽ തന്നെ
വരാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനത് ഏറ്റെടുത്തത്. വേറെ എവിടെയും പോകാനൊരു ഉദ്ദേശമില്ല. പക്ഷെ പോയാലൊന്നും ആ സമയത്ത് അത്രമാത്രം നമ്മൾ കടത്തിലായി. കാരണം അപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും കാറും ഒക്കെ വിറ്റ് കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന സ്ഥലം പക്ഷേ അച്ഛൻ്റെയൊക്കെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചൊഴിച്ച് ബാക്കിയൊക്കെ വിറ്റു. ആ ചെറിയ പ്രായത്തിൽ തന്നെ വിറ്റു. സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനപ്പോൾ പിന്നെ നമുക്കിത് എങ്ങനെ ഇതിൽ നിന്ന് കരകയറാമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ ഏറ്റെടുക്കുകയും ആ സിനിമ ചെയ്തതിന് ശേഷം പിന്നെ 2-3 ഫിലിം കൂടെ കഴിഞ്ഞിട്ടാണ് കളികഴിഞ്ഞാൽ വരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കിട്ടിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർമ്മാതാവായി നിന്നതുകൊണ്ടും ഒരു നിർമ്മാതാവിൻ്റെ പരാജയം തിരിച്ചറിഞ്ഞതുകൊണ്ടും നമുക്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് എപ്പോഴും നിർമ്മാതാവിൻ്റെ മനസ്സായിരുന്നു. കാരണം അതുകൊണ്ട് ഈ നമുക്ക് വളരെ ഈസി ആയിരുന്നു. കാരണം ഇത് ഒരാളുടെ കാശ് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കതുകൊണ്ട് ഭയങ്കരമായി ഞാൻ അവരുടെ കൂടെ നിന്നു. അപ്പോൾ ആ കൂടെ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വർഷം 12 മാസത്തിൽ 16 സിനിമകൾ വരെ ചെയ്ത വർഷങ്ങളായി. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് ഞാൻ അങ്ങനെ ഒരു വലിയ ഘടകമായിട്ട് ഇവിടെ എടുത്തു. അത് നല്ല കൂടുതൽ ചെയ്യാതൊക്കെ ദിനേശ് പണിക്കർ അങ്ങനത്തെ പെർമനൻറ്റ് കമ്പനികളായിരുന്നു കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ ചെയ്യണമെങ്കിൽ അത് നമ്മൾ വേണം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ദിനേശ് പണിക്കരായിട്ടും സിയാദിക്കൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഒരു പെട്ടെന്നൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് പോലും എനിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് സിനിമ തുടങ്ങാൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട് താനൊന്ന് വരും അപ്പോൾ മതി എന്ന് പറഞ്ഞു. അല്ല, അന്ന് പ്രൊഡ്യൂസർക്ക് വാല്യൂ ഉണ്ട്, എങ്ങനെ മാറ്റാം, അത് അവർ പറയുന്ന ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈസിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പോയി ഒരു സിനിമയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലൂടെയാണ് പിന്നീട് നമ്മുടെ ഉള്ള അടുത്ത യാത്ര. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലെ ഏറ്റവും നല്ലൊരു ഓർമ്മ, മറക്കാനാവാത്തൊരു ഓർമ്മയൊക്കെ എന്തായിരുന്നു? കളിയൂഞ്ഞാലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നമുക്കൊരുപാട് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ സിനിമയുടെ വർക്കുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ അന്ന് ഞാൻ മമ്മൂക്കയുമായിട്ട് ചേർന്ന് ആദ്യത്തെ പടമാണ്, ഫസ്റ്റ് ഫിലിമാണ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് മറ്റേ ഈ അന്ന് വെച്ചാൽ ഭയങ്കര ടെക്നോളജിയുടെ ആളാണ് പുള്ളി. അപ്പോൾ അന്ന് അപ്ഡേറ്റഡാണ്. അന്ന് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് മമ്മൂക്ക ഈ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ രാത്രി ഒരു ദിവസം വിളിച്ചത് എൻ്റെ വെബ്സൈറ്റ് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെബ്സൈറ്റ്. എൻ്റെ ലൈഫിൽ അങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. ഈ ലാപ്ടോപ്പിൽ പല കാര്യങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെയാണ്. പിന്നെ ഈ മടക്കുന്ന ഫോൺ, അതെ മോട്ടോറോടെ മടക്കുന്ന ഫോൺ ഞാൻ ആദ്യം കാണുന്ന മമ്മൂക്കയിടയില്ല. അതൊക്കെ അന്നത് വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും കൊണ്ട് കാണി. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ലൊക്കേഷൻ നോക്കലൊക്കെ നമുക്ക് പരിപാടികളൊക്കെ വളരെ ബോർ പരിപാടിയൊക്കെ നടത്തണം, എൻ്റെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു വീഡിയോ ക്യാമറ എന്ന് വെച്ചാൽ എടുത്തിട്ട് എൻ്റെ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ ഈ ക്യാമറ എനിക്ക് ആവശ്യമില്ല വെച്ചോ എന്ന് പറഞ്ഞ് എൻ്റെ തന്നിട്ട് നമ്മളത് വീഡിയോ എടുക്കുക, കാണിക്കുക. ഭയങ്കര അന്നത്തെ സമയത്ത് അതൊന്നും ഇല്ല. ഈ മൊബൈൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല, മൊബൈൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അന്നൊന്നുമില്ല. അപ്പം നമ്മളൊരു സ്ഥലം കണ്ടിട്ട് നമ്മൾ പോയിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗ്രൂപ്പ് അതേപോലെ കാർ എടുത്ത് അവിടെ പോയി കാണണം. വേറൊന്നും ചെയ്യാൻ നിർവാഹമില്ലല്ലോ സിനിമയിൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ അന്ന് അങ്ങനെ ഒരുപാട് എൻ്റെ എനിക്കൊന്നും ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അത്തരം കാര്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും അതിനകത്ത് അങ്ങനെ ഒരു കണക്ഷൻ അത് മറക്കാൻ പറ്റും. പിന്നെ സിയാദിക്കായിട്ടുള്ള അടുപ്പം ഇതെല്ലാം ഒന്നും അതിനകത്ത് മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അയ്യോ 100%. ആ സമയത്ത് ഭയങ്കര വ്യത്യാസം, മലയാളത്തിൽ സിനിമകൾക്ക് വ്യത്യാസം സംഭവിച്ചൊരു കാലഘട്ടമുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും എത്രയോ ആളുകളുടെ പ്രയാസത്തിലൂടെ വന്നതാണ്. അതെല്ലാം വന്നൊരു കാലഘട്ടം അത്. അപ്പോൾ എന്തായാലും വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ വെല്ലുവിളികളിൽ നിന്നാണ് ഒരുപാട് വിജയങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുക എന്ന് പ്രൂവൺ ചെയ്ത ഒരു സിനിമ കൂടിയാണ് കളിയൂഞ്ഞാൽ. താങ്ക് യു സോ മച്ച് സർ.